ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതും കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ആലപ്പുഴ ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. അതിനായി കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോൺഗ്രസ് കളത്തിലിറക്കാൻ പോകുന്നത്. കിഴക്കിന്റെ വെനീസിലേക്ക് കോൺഗ്രസ് ആരെ മത്സരിപ്പിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാ കോണുകളിലും ഉയരുന്നത്. ആലപ്പുഴയിലെ പകുതി ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. LDFിൽ നിന്നും AM ആരിഫ് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ആരെ രംഗത്തിറക്കും? കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായ ഏക മണ്ഡലമാണ് ആലപ്പുഴ. അതിനാൽ ഇത്തവണ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് അതിശക്തനായ പോരാളിയെ തന്നെ രംഗത്തിറക്കും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായതിനു ശേഷമേ ആലപ്പുഴയിൽ നിന്ന് ആരാകുമെന്ന് നിശ്ചയിക്കാനാകൂ. ആലപ്പുഴയിലെ ജനങ്ങൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ആലപ്പുഴയിൽ ആര് വേണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ മാത്രമേ ഉള്ളൂ: KC വേണുഗോപാൽ. അതെ, ആലപ്പുഴയുടെ സ്വന്തം KC. ആലപ്പുഴ ഒഴിച്ചിട്ടത് KC വേണുഗോപാൽ വരാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വന്നു നിൽക്കുന്നത്. വേണുഗോപാൽ താൽപര്യപ്പെട്ടാൽ ആലപ്പുഴയിൽ നിന്നും മറ്റു പേരുകൾക്കൊന്നും സാധ്യതയുണ്ടാകില്ല. കണ്ണൂരിലെ ചുവപ്പുകോട്ടയിൽ ഒന്നായ പയ്യന്നൂരിൽ ജനിച്ച KC വേണുഗോപാൽ 33-ാം വയസ്സിലാണ് വള്ളങ്ങളുടെയും വെള്ളങ്ങളുടെയും നാടായ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. വന്ന വരവിൽ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി. അതിനുശേഷമുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും ആലപ്പുഴയിൽ നിന്ന് തന്നെ മത്സരിച്ചു വിജയിച്ചു. വീണ്ടും നിയമസഭയിലെത്തി. അതിലൊരു തവണ മന്ത്രിയുമായി. അതിനിടെ വേണുഗോപാലിന് ആലപ്പുഴ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞിരുന്നു. 2009-ൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. KC എത്തിയത് കേന്ദ്ര സഹമന്ത്രി പദവിയിലേക്കായിരുന്നു. അവിടെ നിന്നുള്ള വളർച്ചയാണ് ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന കോൺഗ്രസിലെ 2ാം സ്ഥാനം വരെ എത്തി നിൽക്കുന്നത്. KC ഇപ്പോൾ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമാണ്. അതിനാൽ KC വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാനാവില്ല. KC ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു ജയിച്ച രാജസ്ഥാനിലെ രാജ്യസഭാംഗം സ്ഥാനം രാജിവെക്കേണ്ടി വരും. രാജസ്ഥാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ചിലപ്പോൾ തിരിച്ചടിയായേക്കും. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി AM ആരിഫ് വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കൾക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് KCക്ക് ജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയിലും ജനങ്ങൾക്ക് അദ്ദേഹത്തിന് മേലുള്ള സ്നേഹവും വിശ്വാസവും നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിൽ നിന്ന് പോയതിനു ശേഷവും അദ്ദേഹം തന്റെ ഓഫീസ് വഴി ഭവന നിർമ്മാണം, ചികിത്സാ ധനസഹായം തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലത്തിൽ നിന്ന് പോയിട്ടും അദ്ദേഹത്തെ ജനങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവനായതും. ഇത്തവണ ആലപ്പുഴയിൽ KC ഇറങ്ങിയാൽ ആരിഫിന് വിജയം അത്ര എളുപ്പമാവില്ല. അതെന്തായാലും ഇടതുപക്ഷത്തിനും നന്നായി അറിയാം. അത് തന്നെയാണ് ഇപ്പോൾ പല നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നതും.